ഹായ് ഗായ്സ്. ഇന്നലെ ഒരു വാർത്ത കേട്ടു. ഒരു പെൺകുട്ടി ഷാർജയിൽ സൂയിസൈഡ് ചെയ്തു. അതിൻ്റെ ലാസ്റ്റ് വീക്ക് വേറൊരു പെൺകുട്ടി ദുബായിൽ സൂയിസൈഡ് ചെയ്ത് കേട്ടു. സ്ഥലം എവിടെ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, ഇന്ത്യ ആയിക്കോട്ടെ, ദുബായ്, എവിടെ ആയാലും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നറിയോ? നമ്മൾ ഒരാൾ അവരെന്നെ ഇല്ലാതാവാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഇല്ലാതാവുന്നതിൻ്റെ കാരണം എന്താ അറിയോ? അവർ ട്രാപ്പായിരിക്കുകയാണ്. എവിടെയാണ് ട്രാപ്പാകുന്നതെന്ന് അറിയോ? അവർക്ക് മുമ്പോട്ടേക്കുള്ള വഴിയില്ല, ഓക്കെ, ബാക്കോട്ടേക്കുള്ള വഴിയില്ല, എല്ലായിടത്തും ക്ലോസ്ഡ് ആണ്. അവരുടെ മുമ്പിൽ ഇനി ഒരു ഓപ്ഷൻ ഇല്ല അവിടെ. അപ്പോഴാണ് ഈ ചിന്തയിലേക്ക് പോകുക. അപ്പോൾ അത് ഫിസിക്കലി അല്ല ഞാൻ ഉദ്ദേശിച്ചത്, മീൻസ് ഒരു റൂമിൻ്റെ ഉള്ളിൽ ലോക്കാവുന്നതല്ല, ചിന്തകളിൽ. നമ്മളെല്ലാവരും ജീവിക്കുന്നത് എവിടെയാണെന്നറിയോ? ഓരോ ആൾക്കാർ ഓരോ സ്ഥലം പറയും, ലൊക്കേഷൻ അല്ല ഉദ്ദേശിച്ചത്, ഇത് ഗൂഗിൾ മാപ്സ് അല്ല. അതായത് നമ്മളെല്ലാവരും ജീവിക്കുന്നത് നമ്മുടെ മൈൻഡിലാണ്, നമ്മുടെ ചിന്തകളിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ ചിന്തകൾ ലോക്കായി പോവാണ്. അവരെന്നെ ചിന്തിക്കുകയാണ്, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, ഇന്ന ആളെന്നെ ഒഴിവാക്കി, അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ പെരുമാറി, സോ ഐ ആം ഗോയിങ് ടു ഫിനിഷ്. എന്താണ്? നമ്മൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നമ്മുടെ ചിന്ത, മൈൻഡ് സെറ്റ് വലുതാക്കുക എന്ന് പറഞ്ഞാൽ തലച്ചോറ് വലുതാക്കാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ ഒരാളിലാണ് നമ്മളെ ഹാപ്പിനെസ് എന്ന് വിചാരിക്കുന്ന മണ്ടത്തരം കാട്ടാതിരിക്കും. അതാരോ ആയിക്കോട്ടെ, അങ്ങനെയൊന്നല്ല ശരിക്കും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നതാണ്, അങ്ങനെയാണെന്ന് നമ്മളെ സൊസൈറ്റി നമ്മളെ പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. രണ്ടാമത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ആൺകുട്ടികളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ, ഞാൻ ഇവിടെ പെൺകുട്ടികളുടെ കേസ് പറഞ്ഞത് അതാണ് ഇപ്പോൾ കേട്ടിട്ടുള്ളത് റീസെൻ്റായിട്ട്. അപ്പോൾ നമ്മളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പെങ്ങന്മാരോ ഫ്രണ്ട്സോ കസിൻസോ കൊളീഗ്സോ ആരോ ആയിക്കോട്ടെ, ഇവരോട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നോ എന്ന് വൃത്തിയായിട്ട് പറയാൻ പഠിക്കുക. നിങ്ങൾ ഫസ്റ്റ് പഠിക്കേണ്ടത് ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ ഒന്നുമല്ല. പ്രത്യേകിച്ച് പെൺകുട്ടികളോട് പറയാനുള്ളത്, ആൺകുട്ടികൾ ഒരുവിധം പറയും, പെൺകുട്ടികളോട് പറയാനുള്ളത് ഈ നോ എന്ന് പറഞ്ഞ സാധനം നല്ല വൃത്തിയായിട്ട് പറയാം. ഞന്നാ പിന്നെ നോ എന്നല്ല. ഇറ്റ്സ് ലൈക്ക് നിങ്ങളെ നോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി എ ഫക്കിംഗ് നോ. അപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ അല്ലെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് മനസ്സിലാവും നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അതിലൊരു തീരുമാനമാവും. ഒന്നുകിൽ അവർ നിങ്ങളെ ഒഴിവാക്കും, അല്ലെങ്കിൽ നിങ്ങൾ അവരെ ഒഴിവാക്കും, അല്ലെങ്കിൽ എല്ലാവരും കൂടി നിങ്ങളെ രണ്ടാളെ ഒഴിവാക്കിക്കോളും. അപ്പോൾ ഇതിൽ ഒരു ആൾ വന്നിട്ട് ഇടപെടും, സൊസൈറ്റി. എങ്ങനെയാണ് ഇങ്ങനെ നിങ്ങൾ ഒഴിവായാലും എങ്ങനെയാണ് ശരിയാവുന്നത്, അല്ലെങ്കിൽ ഡിവോഴ്സ് ആയാലും എങ്ങനെയാണ് ശരിയാവുന്നത്, ഇങ്ങനെയൊക്കെ ചോദിച്ചു വരാൻ ഒരുപാട് ആൾക്കാരുണ്ട്. അതിൻ്റെ പേരാണ് സൊസൈറ്റി. ഫസ്റ്റ് പറഞ്ഞ കാര്യം നോ. രണ്ടാമത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ സൊസൈറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിൽ നിന്ന് നമ്മളൊരു മണ്ണാങ്കട്ടയും പ്രതീക്ഷിക്കരുത്. നത്തിങ്. അതുണ്ടാവും, അത് എല്ലായിടത്തും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളൊരു സാധനമാണ്. സൊസൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഫാമിലി, രണ്ടാമത് നമ്മുടെ പീപ്പിൾ സറൗണ്ടിങ് അസ്, ചിലപ്പോൾ കൊളീഗ്സ് ആകാം, ചിലപ്പോൾ നെയ്ബേഴ്സ് ആകാം, നമ്മളെ ഫാമിലി, ഫ്രണ്ട്സ്, ഒരുപാട് സാധനങ്ങൾ കൂടിയതാണ് ഈ സൊസൈറ്റി. ഓക്കെ, അപ്പോൾ ഈ സൊസൈറ്റിയിൽ നിന്ന് നമ്മൾ ഒരു മണ്ണാങ്കട്ടയും പ്രതീക്ഷിക്കരുത്. അത് ഇറ്റ്സ് ഓൾവേസ് എ ബ്ലെയിമിങ് പോയിന്റ്. അതെന്താ നിങ്ങൾ അന്നേരം അങ്ങനെ ചെയ്യാതിരുന്നത്, അതെന്താ നിങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്? ഇതാണ് അവരുടെ ഒരു സ്ട്രാറ്റജി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അവിടെ നിന്ന് ഒന്നും പ്രതീക്ഷിക്കരുത്, നത്തിങ് അറ്റ് ഓൾ. എന്താണെന്ന് വെച്ചാൽ, ഈ പ്രതീക്ഷിക്കുമ്പോഴാണ് നിരാശ ഉണ്ടാകുന്നത്. നിരാശ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ പോലത്തെ മണ്ടത്തരങ്ങളിലേക്ക് പോകാൻ. സൊസൈറ്റീനെ പറ്റിയിട്ട് ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് സൊസൈറ്റീൻ്റെ ഏറ്റവും ചെറിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒരു ഡെയിലി വർക്ക് ചെയ്യാണ്, അധികം ലീവൊന്നും എടുക്കുന്നില്ല, ഒരു ദിവസം 10 to 12 hours വർക്ക് ചെയ്യാണ്, ഞാൻ എൻ്റെ ലൈഫായിട്ട് പോവാണ്, അധികം ആൾക്കാരായിട്ടൊന്നും വലിയ കമ്പനി ഇല്ല. അങ്ങനെ ആകുമ്പോൾ സൊസൈറ്റിക്ക് ഒരു സാധനമുണ്ട്, എന്താ അറിയാം, ഓനറിയില്ലേ, എപ്പോഴും പണിയാണ്, എത്ര പൈസ ഉണ്ടാക്കിയിട്ട് എനിക്ക് മതിയാകുന്നില്ല, എപ്പോഴും പണി പണി പണി, അഹങ്കാരി എന്ന് പറയും. ഇനി ഓപ്പോസിറ്റോ, ഞാൻ പണിക്കൊന്നും പോകുന്നില്ല, വീട്ടിലിരിക്കാം, പണിയില്ലാന്ന് കൂട്ടിക്കും. അപ്പോൾ എന്താ പറയുക, ഓനറിയില്ലേ,
വേൾഡ് നോൺസെൻസ്. അവൻ ജീവിക്കുന്നത് അവൻ്റെ കുടുംബക്കാരുടെ ചിലവിൽ. ഇതാണ് സൊസൈറ്റി. ഓക്കെ, അപ്പോൾ നമ്മൾ നോ പറയുക. ഓക്കെ, അവർ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റേ നോ പറയുക. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ സാമാനത്തിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. മൂന്നാമതൊരു കാര്യമുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതെന്താ അറിയാം, ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒരു ഡിഗ്നിറ്റിയൊക്കെ ആയിട്ട് കാണുന്നത് ആരെയാണ്? പല ആൾക്കാർ പല മറുപടി ഉണ്ടാവും. ചില ആൾക്കാർ പറയും ഞാൻ ഗാന്ധിജിയെ കാണുന്നത് അങ്ങനെ, അല്ലെങ്കിൽ ചില ആൾക്കാർ പറയും ഞാൻ എൻ്റെ ദൈവത്തിനെയാണ്, ഓരോന്നുണ്ടാവും. അതൊക്കെ ശരി, അതൊക്കെ അവിടെ വെച്ചോളൂ. പക്ഷേ ഒരാൾ ആസ് എ പേഴ്സൺ ഞാൻ പറയട്ടെ, ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് ചെയ്യും, ഏറ്റവും കൂടുതൽ ഞാൻ നേരം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആരുമായിട്ടാണ്? ഞാനുമായിട്ട്. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുകയും റെസ്പെക്റ്റ് ചെയ്യും, സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയുമോ? എന്നെ ഞാൻ സ്നേഹിക്കുന്നില്ലെങ്കിൽ പിന്നെ ഞാനെങ്ങനെയാണ് മറ്റുള്ള ആൾക്കാരെ സ്നേഹിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ ഞാനെങ്ങനെയാണ് ഹൗ ഐ ആം എക്സ്പെക്റ്റിംഗ് അതർ പീപ്പിൾ ടു ലവ് മീ, റെസ്പെക്റ്റ് മീ? അതാണ് സംഭവം. ഫസ്റ്റ് നമ്മളൊരു സെൽഫ് വാല്യൂ നമ്മളെ തന്നെ മാർക്ക് ചെയ്തിടുക. അതിന് ശേഷമാണ് മറ്റുള്ള എല്ലാ സ്ഥാപന ജംഗമ വസ്തുക്കളും വരുന്നത്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഒരു ചിന്തയിലേക്ക് ഒരിക്കലും പോകുകയില്ല. ഓക്കെ ഗായ്സ്, ബൈ.